റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനാ നിരതരായി വിശ്വാസികൾ. അവസാന 10ന്റെ പുണ്യം നുകരാൻ പള്ളികളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമദാൻ മാസത്തോട് വിട പറയുകയാണെന്ന വാക്യം പറഞ്ഞപ്പോൾ വിശ്വാസികൾ വികാരാധീനരായി. ലൈലത്തുൽ ഖദറിന്റെ രാവിന് ശേഷം അവസാന വെള്ളിയാഴ്ചയും പ്രാർത്ഥനാ നിർഭരമാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് വിശ്വാസികൾ. അതോടൊപ്പം ആത്മീയതയിൽ മുഴുകിയിരുന്ന റംദാൻ കാലവും കഴിഞ്ഞു പോകുന്നതിന്റെ ദുഃഖവും വിശ്വാസികൾക്കുണ്ട്. ഖുതുബയ്ക്കിടെ അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ എന്ന ഉപചാരം ചൊല്ലി റമദാൻ വിട പറഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് കണ്ണീരടക്കാനായില്ല. അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ, السلام عليك يا شهر الرحمة والرضوان، السلام عليك يا شهر العفو والغفران، السلام عليك يا شهر البركة والإحسان، السلام عليك يا شهر العتق من النيران. പള്ളികളിൽ ഒരുക്കിയ ഇഫ്താറും സമൂഹ നോമ്പുതുറകളാലും ആത്മീയ പ്രഭാഷണങ്ങളാലും സജീവമായിരുന്നു നോമ്പുകാലം. അവസാന ജുമാ നിസ്കാരത്തിന് കോഴിക്കോട് നഗരത്തിലെ പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. താമരശ്ശേരി നോളജ് സിറ്റിയിലെ പള്ളിയിൽ നടന്ന നിസ്കാരത്തിന് ഇമാം ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി നേതൃത്വം നൽകി. റമദാനിലെ അവശേഷിക്കുന്ന മണിക്കൂറുകൾ വിലപ്പെട്ടതാണെന്നും സൽക്കർമ്മങ്ങളിൽ സജീവമാകണമെന്നും അസരി പറഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റ് ദിക്ർ സ്വലാത്തുകളും ദാനധർമ്മങ്ങളും പെരുപ്പിച്ചുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള രാത്രികൾ നമ്മൾ കൂടുതൽ ആവേശത്തിലായിരിക്കണം. ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ കൂടുതൽ തറാവീഹിന് ആളുകൾ ഒരുമിച്ച് കൂടണം, കൂടുതൽ സമയം ഇഹ്യാ ചെയ്യണം. അവസാനിച്ചു പോവുകയാണ് എന്നുള്ളൊരു വേർപാടിൻ്റെ ദുഃഖത്തോടുകൂടി കിട്ടാവുന്നത്രയും കെട്ടിപ്പിടിച്ച് ഒപ്പം ചേർത്ത് നിർത്താൻ ഈ റമദാനിനെ നാം മറക്കരുത്. ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കടുത്ത ചൂടിനെ അവഗണിച്ച് നരകമോചനത്തിന്റെ ദിനങ്ങൾ കടന്നുപോകുന്ന അവസാന 10ൽ പ്രയാസരഹിതമായി നോമ്പെടുക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് വിശ്വാസികൾ. 11 മാസത്തെ കാത്തിരിപ്പിന് ശേഷം കടന്നുവന്ന റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ഇരട്ടിയാണ്. വ്രതാനുഷ്ഠാനത്തിന് പുറമെ ദാനധർമ്മം, ഖുർആൻ പാരായണം, റിലീഫ് വിതരണങ്ങൾ, പള്ളികളിൽ ഉപവാസിരിക്കൽ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയാണ് മുസ്ലിം വിശ്വാസികൾ റമദാൻ വിട പറയുന്നത്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളും ഫിത്ർ സക്കാത്ത് ശേഖരിക്കുന്നതിൻ്റെയും വിതരണത്തിൻ്റെയും ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ചെറിയ പെരുന്നാളിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. അനിൽ കാസൈദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.